അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അതിൽ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് 6 ചോദ്യങ്ങൾ ആദ്യം ചോദിക്കുകയും അതിനുശേഷം അതിനോട് ചേർത്ത് ഒരു ചോദ്യം കൂടി ചോദിക്കുകയും ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഅല മൂസ റബ്ബഹു അൻ സിത്തി ഖിസാലിൻ കാന യദുന്നു അന്നഹ ലഹു ഖാലിസതൻ. തനിക്ക് സ്വന്തമായി ജീവിതത്തിൽ പുലർത്തുന്നതിന് വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ 6 കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു. വസ്സാബിഅതു ലം യകുൻ മൂസ യുഹിബ്ബുഹ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇഷ്ടപ്പെടാത്ത, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. ഒന്നാമതായിക്കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, എൻ്റെ റബ്ബെ, അയ്യു ഇബാദിക അത്ഖ, നിൻ്റെ അടിമകളിൽ ആരാണ് ഏറ്റവും തഖ്വയുള്ളവർ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ചോദിക്കുന്നത് ഏറ്റവും പ്രസിദ്ധനായ പ്രധാനപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ. ഇനി ആരാണ് മറുപടി പറയുന്നത്? ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബാണ്. ഇതിനേക്കാൾ വലിയൊരു ചോദ്യമോ ഇതിനേക്കാൾ നല്ല ഉത്തരമോ നമുക്ക് ലഭിക്കാനില്ല. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹുവേ, നിൻ്റെ അടിയാന്മാരിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള തഖ്വയുള്ളവൻ ആരാണ്? എന്താണ് തഖ്വയുടെ ലക്ഷണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി എന്താണ്? അല്ലദീ യദ്കുറു വലാ യൻസ. അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്, മറന്നു പോകാത്തവനാണ്. ഇതാണ് തഖ്വയുടെ അടിസ്ഥാനം. ഏതൊരു സമയത്തും ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുക, ഒരിക്കലും അള്ളാഹുവിനെ മറക്കാതിരിക്കുക. ഒരു തെറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ അത് നാട്ടുകാർ കാണുമോ എന്ന പേടിയേക്കാൾ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? അള്ളാഹു കാണുമോ, എന്നെ ശിക്ഷിക്കുമോ? നാം ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം ഒന്നുകിൽ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ സ്മരണ. അതല്ലാതെ നമ്മളൊരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് ഏത് സമയത്തും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലി നടക്കുന്നതിനേക്കാൾ ഉപരി ഉള്ളിൽ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടാകണം. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു എൻ്റെ പ്രയാസങ്ങൾ നീക്കും, അള്ളാഹു എനിക്ക് സ്വർഗം തരും, അള്ളാഹുവാണ് നരകം തരുന്നത്, ശിക്ഷയുടെയും രക്ഷയുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന ബോധം മനസ്സിലേത് സമയത്തും ഉണ്ടാവുക എന്നതാണ്. അത് മറന്നു പോകാതിരിക്കുക. ഇത്തഖില്ല ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇതാണ്, അവനാണ് ഏറ്റവും തഖ്വയുള്ളവനെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി രണ്ടാമതായിക്കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ചോദിച്ചു, ഫ അയ്യു ഇബാദിക അഹ്ദ, നിൻ്റെ അടിയാന്മാരിൽ ഏറ്റവും സന്മാർഗം പ്രാപിച്ച ഹിദായത്ത് കിട്ടിയവൻ ആരാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, അല്ലദീ യത്ബഉൽ ഹുദ. സന്മാർഗം എന്താണോ അത് പിന്തുടർന്നവനാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സന്മാർഗം എന്നുള്ളത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് മാത്രമുള്ള കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും മീറ്റിംഗ് ചേർന്നുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്ന ഇന്ന മാർഗം നല്ലതാണെന്ന് തീരുമാനിക്കുന്ന മാർഗമല്ല. മറിച്ച് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ ബിവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ എന്നിൽ നിന്ന് ഹുദ വരുമ്പോൾ, ഫമൻ തബിഅ ഹുദായ, അത് ആരാണ് പിൻപറ്റുന്നത്? അത് പിൻപറ്റുക മാത്രമാണ് നമ്മളുടെ ഉത്തരവാദിത്തം. അവനൊന്നും പേടിക്കാനില്ല, ഒന്നും സങ്കടപ്പെടാനില്ല. അതുകൊണ്ട് ആരാണോ ഹിദായത്ത്, അള്ളാഹു നൽകിയ ഹിദായത്ത് സ്വീകരിക്കുന്നത്, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ പിന്തുടരുക. മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വന്ന് പിന്തുടർന്നാൽ മാത്രം മതി. അതാണ് നമ്മുടെ ബാധ്യത. അതല്ലാതെ സന്മാർഗം കണ്ടുപിടിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച സന്മാർഗം അത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവനാണ് ഏറ്റവും സന്മാർഗം പ്രാപിച്ചവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മൂന്നാമത്തെ ചോദ്യം, ഫ അയ്യു ഇബാദിക അഹ്കം, നിൻ്റെ അടിയാന്മാരിൽ ഏറ്റവും നീതിമാൻ, ഏറ്റവും നന്നായി വിധിക്കുന്നവൻ ആരാണ്?
തീരുമാനമെടുക്കുന്നവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി എന്താണ്? അല്ലദീ യഹ്കുമു ലിന്നാസി കമാ യഹ്കുമു ലിനഫ്സിഹി. ഒരുത്തൻ തനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്ക് വിധിക്കുക. അതായത് ഒരു വിധി തനിക്ക് വന്നാൽ താൻ ഏത് വിധിയാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ജനങ്ങൾക്കും തീരുമാനമെടുക്കുക. ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ടു, എന്നിട്ട് നമ്മളൊരു വാക്ക് പറഞ്ഞു അവരെ ഒന്ന് നന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഒരു നിലപാട് സ്വീകരിച്ചാൽ, അത് നമ്മളെ ബാധിച്ചാൽ നമുക്ക് എന്തു തോന്നും? നമുക്ക് ഇഷ്ടമാണോ തോന്നുന്നത്? അതായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടിയും നീ വിധിക്കേണ്ടത്. അതായത് നീതിയോടൊപ്പം നിൽക്കുക എന്നതാണ് നിനക്ക് വേണ്ടത്. അവനാണ് ഏറ്റവും നല്ല ഹാക്കിം, ഏറ്റവും നന്നായിക്കൊണ്ട് വിധിക്കുന്നവൻ, നീതിമാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി നാലാമതായിക്കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഫഅയ്യു ഇബാദിക അഅലം, നിന്റെ അടിയാന്മാരിൽ ഏറ്റവും അറിവുള്ളവൻ, ഏറ്റവും ഇൽമുള്ള ആലിം ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, അല്ലദീ ലാ യശ്ബഉ മിനൽ ഇൽമി, ഇൽമിൻ്റെ കാര്യത്തിൽ തൃപ്തിയാകാത്തവനാണ്. ഇൽമിൻ്റെ കാര്യത്തിൽ എനിക്ക് പോരാ വയറ് നിറയാത്ത ആളാണ്. യജ്മഉ അലന്നാസ് ഇലാ ഇൽമിഹി, ജനങ്ങളുടെ മുഴുവനും അറിവ് തന്നിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നവനാണ്. തന്നിലേക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, നമ്മളെക്കാൾ വിവരമുള്ളവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഇനി എന്നേക്കാൾ താഴ്ന്ന ആളുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇൽമ് നേടാനുണ്ട്. അതുപോലെ സാധാരണക്കാരുടെ അനുഭവ സമ്പത്തിൽ നമുക്ക് നേടാനുണ്ട്. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്തൊരു കാര്യമാണ് ഇൽമ് തേടുക എന്നുള്ളത്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യസാലു റജുലു ആലിമൻ മാ തഅല്ലമ, ഒരു മനുഷ്യൻ ആലിമെന്ന് വിളിക്കുക എപ്പോഴാണ്? അവൻ പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ്. അത് നിർത്തിക്കഴിഞ്ഞാലോ, ഫൈദാ തറക്ക തഅല്ലും, അവൻ ആ പഠനം നിർത്തിയാലോ, വളന്ന അന്നഹു ഇസ്തഗ്ന വഖ്തഫ ബിമാ ഇൻദഹു, എൻ്റെ കയ്യിലുള്ളതൊക്കെ മതി, ഇനി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ തന്നെ മതി, ഇവർക്ക് ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചെടുത്ത് പഠനം നിർത്തിയാലോ, ഫഹുവ അജ്ഹലുമായ യകൂൻ, അവൻ വിഡ്ഢിയാകുന്ന ഒന്നാമത്തെ ദിവസം അതാണ്. അവൻ അന്നു മുതൽ വിഡ്ഢിയാണ്. ഇതൊക്കെ മതി, ഇനി ഒന്നും പഠിക്കാനില്ല എന്ന് തീരുമാനിച്ചാൽ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എപ്പോഴൊരു മഷിക്കുപ്പിയും പെന്നുമായിട്ടാണല്ലോ നിങ്ങൾ നടക്കുന്നത്, എന്താണ് ഇത്ര ആലിമായിട്ട് ഇങ്ങനെ നടക്കുന്നത്? അദ്ദേഹം പറയാണ്, ഇലാ മത്താ മഅ ഹാദൽ മെഹ്ബർ, ഇത് എവിടം വരെയാണ് ഇതും കൊണ്ട് നടക്കുക? അദ്ദേഹം പറഞ്ഞു, മഅൽ മെഹ്ബരി ഇലൽ മഖ്ബർ, എൻ്റെ ഖബർ വരെ ഞാനിതും കൊണ്ട് നടക്കും, ഞാനിത് പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു എന്താണ് പറഞ്ഞത്? ഒരാൾ ജനങ്ങളിൽ നിന്നുള്ള എല്ലാ ഇൽമും ശേഖരിക്കുന്നത് വരെ അവൻ പഠനം നടത്തുന്നുണ്ടെങ്കിൽ അവനാണ് ആലിം. ഇനി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ അഞ്ചാമതായി കൊണ്ട് ചോദിച്ചു, ഫഅയ്യു ഇബാദിക അഅസ്, നിന്റെ അടിയാന്മാരിൽ ആരാണ് ഏറ്റവും കരുത്തന്മാരാരാണ്? ഏറ്റവും പ്രതാപമുള്ളവൻ ആരാണ്? ഏറ്റവും ഇസ്സത്തുള്ളവൻ ആരാണ്? അള്ളാഹു എന്താണ് പറഞ്ഞത്? അല്ലദീ ഇദാ ഖദ്ദറ ഗഫറ, കഴിവുള്ളപ്പോൾ പുറത്തു കൊടുക്കുക. കഴിവുള്ളപ്പോൾ, ഇപ്പോൾ എനിക്കൊരാളുടെ പകയുണ്ട്, വിദ്വേഷമുണ്ട്, പകരം വീട്ടണമെന്ന് കരുതി കാത്തിരിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ കിടപ്പിലായപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കഴിവുകേടാണ്. ഇതല്ല യഥാർത്ഥത്തിൽ കഴിവ്, തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ അതല്ല. എനിക്ക് കാലും കൈയും ഒക്കെ ഉള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയ ഒരു സംഭവം മദീനയിലുണ്ടായി. വലിയ പ്രശ്നങ്ങളായി. സ്വഹാബത്തിൽ ചില ആളുകൾ പോലും തെറ്റിദ്ധരിച്ച് അവരിങ്ങനെ പറഞ്ഞു നടന്നു. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥിരമായിക്കൊണ്ട് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മിസ്തഹിനെ അവർ സഹായം ചെയ്യില്ല. സ്വാഭാവികമാണ്, കാരണം സ്വന്തം മകളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയതാണ്. ഇനി അത് ചെയ്യൂല എന്ന് പറഞ്ഞു. ചെയ്തുകൊണ്ടിരുന്നത് എടുത്തു മാറ്റിക്കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഫൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, വിശാലത നൽകുക. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്ന അള്ളാഹു ഇഷ്ടപ്പെടൂലേ? ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ബലാ നുഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലനാ, റബ്ബെ പിന്നല്ലാതെ ഞങ്ങൾ ഇഷ്ടപ്പെടൂലേ? അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടൂലേ? അതുകൊണ്ട് ഇതാ മിസ്തഹ്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഒരു മടിയും കൂടാതെ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാർ, നമ്മൾ ആലോചിക്കണം, അവിടെ പുറത്തു കൊടുക്കാൻ തയ്യാറായത് എല്ലാ കഴിവും ശക്തിയുമുള്ള സമയത്താണ്. ഇതുപോലെ ആകാൻ നമുക്ക് സാധിക്കണം. ഇനി ആറാമതായിക്കൊണ്ട് ചോദിച്ചു, ഫയ്യു ഇബാദിക അഗ്ന, നിന്റെ അടിയാന്മാരിൽ ആരാണ് ഏറ്റവും റിച്ച്? ആരാണ് ഏറ്റവും പണക്കാരനാരാണ്? ഏറ്റവും ഐശ്വര്യമുള്ളവരാരാണ്? സഹോദരന്മാർ, റിച്ച് ആകാനുള്ള പഠിക്കാനുള്ള ഒരുപാട് പുസ്തകങ്ങൾ വരെ നിലവിലുണ്ട്. അതൊക്കെ പഠിച്ചുകൊണ്ട് റിച്ചാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? മറുപടി പറയുന്നത് എന്താണ്? അല്ലദീ യർളാ ബിമാ യുഅത, എന്താണോ കിട്ടിയത് അതിൽ തൃപ്തിയാകുക, അതാണ് റിച്ച്.
മാനസികമായ സംതൃപ്തി അതാണ്. അള്ളാഹു ഒരുത്തനെ ധന്യനാക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സാസ പറഞ്ഞു, വൈദ അറാദ അല്ലാഹു ബി അബ്ദിഹി ഖൈറ, ഒരാൾ അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ഗിനാഹു ഫി നഫ്സിഹി, അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ഇട്ട് കൊടുക്കും. അവൻ്റെ സമ്പത്ത് അത് എവിടെയാണ് ഇട്ട് കൊടുക്കുക? അത് നമ്മുടെ പുറത്ത് വെച്ച് കെട്ടിത്തരുന്ന സമ്പത്തല്ല, മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അവന് കിട്ടുന്നതിൽ തൃപ്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഷെറാണെങ്കിൽ ഒരാൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് ജഅല ഫഖറഹു ബൈന ഐനൈഹി, അവൻ്റെ കൺമുന്നിൽ കാണുന്നതൊക്കെ ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യം തന്നെ അവൻ്റെ കണ്ണിലിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. എന്ത് കിട്ടിയാലും അവന് തൃപ്തിയാവില്ല. അപ്പോൾ മനസ്സിൻ്റെ ഐശ്വര്യം, കിട്ടുന്നതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ്, ഈ 6 കാര്യങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചതിന് ശേഷം 7ാമതായിക്കൊണ്ട് അള്ളാഹുവിനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യം, ഫ അയ്യു ഇബാദിക അഫ്ഖർ, ഏറ്റവും ദരിദ്രനാരാണ്? ദരിദ്രനാണ് നമ്മളാരും ഇഷ്ടപ്പെടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താ? സ്വാഹിബ് മൻഖൂസ്, കുറവുകൾ മാത്രം പറയുന്നവരാണ്. എന്ത് കിട്ടിയാലും കിട്ടിയില്ല. എങ്ങനെയുണ്ട് ബിസിനസ്, കച്ചവടം എങ്ങനെയുണ്ട്, പുതിയതായിട്ട് തുടങ്ങിയത് എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു, ഒപ്പിച്ചു പോകുന്നു. നല്ല കച്ചവടം ഉണ്ടെങ്കിലും ഈ പല്ലവി ഒഴിവാകാത്ത ഒരുപാട് ആളുകളുണ്ട്, വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അതുപോലെ വീട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അവർ ചിലപ്പോൾ കുറവുകൾ മാത്രമായിരിക്കും പറയുന്നത്. ഇതില്ലേക്കാക്ക ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആലോചിക്കണം, അവർ ദരിദ്രന്മാരാണ്. ഏറ്റവും വലിയ ദരിദ്രന്മാർ അവരാണ്. അവർക്ക് ഒരിക്കലും കിട്ടിയതുണ്ടോ എന്ന് പോലും ആലോചിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. ഒരു മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പോലും അവർക്ക് സാധിക്കില്ല. സഹോദരന്മാരെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഈ 6 കാര്യങ്ങൾ, ഒന്ന്, ഏറ്റവും തഖ്വയുള്ളവൻ, ദിക്റുള്ളവനാണ്, മറന്നു പോകാത്തവനാണ്. രണ്ടാമത് അള്ളാഹു പറയുന്നത് ഏറ്റവും ഹിദായത്ത് ലഭിച്ചവൻ എന്താണ്? അള്ളാഹ് നൽകിയ ഹിദായത്ത് അതുപോലെ പിന്തുടരുന്നവനാണ്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും അഹ്കം, നീതിമാൻ ആരാണ്? താൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്കും വരാൻ ആഗ്രഹിച്ചുകൊണ്ട് വിധിക്കുന്നവൻ. നാലാമതായിക്കൊണ്ട് ഏറ്റവും വലിയ ആലിം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലുള്ള എല്ലാ ഇൽമും അത് തന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നവനാണ്. ഏറ്റവും അഅസ്, ഏറ്റവും പ്രതാപവാൻ ആരാണ്? കഴിവുള്ളപ്പോൾ പുറത്തു കൊടുക്കുന്നവനാണ്. ഏറ്റവും സമ്പന്നനാരാണ്? കിട്ടിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സുള്ളവനാണ്. അതുപോലെ ഏറ്റവും ദരിദ്രൻ മങ്കൂസാണ്, അതായത് കുറവുകൾ മാത്രം എടുത്തു പറയുന്നവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ 6 ഗുണങ്ങൾ നമ്മളുണ്ടോ എന്ന് പരിശോധിക്കണം. 7ാമത്തെ മൂസ നബി ഇഷ്ടപ്പെടാത്ത കാര്യം, അത് നമ്മൾ ഇല്ലാതിരിക്കാൻ പരിശ്രമിക്കുകയും വേണം. അള്ളാഹുവിൻ്റെ മറുപടിയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യമാണ്, നെഞ്ചേറ്റേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല